എപ്രകാരം പ്രാർത്ഥിക്കണം? ദൈവം പരമാധികാരിയാണ്. ദൈവത്തിന് മറ്റാരുടെയും ആലോചന കൂടാതെ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ കഴിയും. മനുഷ്യനെ ഒരു സ്വതന്ത്ര ഇച്ഛാശക്തിയിൽ ദൈവം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് ദൈവം അതിനെ തടയുവാൻ തക്കവണ്ണം നിർബന്ധിതനായി. ദൈവം മനുഷ്യനെ ഒരു സ്വതന്ത്ര ഇച്ഛയിൽ സൃഷ്ടിച്ചെങ്കിലും പിന്നീട് ദൈവം തന്റെ ഹിതത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇപ്പോൾ ദൈവത്തിന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉളവാകുകയാണ്. ഇപ്പോൾ അവന്റെ ഇച്ഛ നടപ്പാക്കേണ്ടതിന് അതിനോട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ഉണ്ടാകേണ്ട ആവശ്യം ഉണ്ടായി. അതിന് ആമേൻ പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ താൻ ആഗ്രഹിക്കുന്നത് എന്തും ദൈവത്തിന് നടത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ ദൈവത്തിന്റെ ഇച്ഛ അഥവാ ദൈവത്തിന്റെ ആഗ്രഹം ഇന്ന് മനുഷ്യനാൽ പരിമിതപ്പെട്ടിരിക്കുന്നു അഥവാ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ശരിയായ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹിതവുമായി ഒന്നായി തീർന്നുകൊണ്ട് അവന്റെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നതായിരിക്കണം ആ പ്രാർത്ഥന. ഏറ്റവും ലളിതമായ പ്രാർത്ഥനയുടെ നിർവചനം ഇതാണ്: ദൈവത്തിന് ഒരു ഹൃദയാഗ്രഹം ഉണ്ടായിരുന്നു. അവന് ആ ഹൃദയാഭിലാഷം നിറവേറ്റുവാൻ തക്കവണ്ണം താൻ ആഗ്രഹിച്ചു. അത് അവൻ നമ്മെ അറിയിക്കുകയും നാം അത് സ്വീകരിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ആഗ്രഹമായി തീർന്ന് അത് നാം ദൈവത്തിന് തിരികെ കൊടുക്കണം. അപ്പോഴാണ് ദൈവം ആ കാര്യം പ്രാവർത്തികമാക്കുന്നത്. ഇന്ന് ഭൂമിയിലുള്ള അഥവാ സഭകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ ഇച്ഛയെ അഥവാ ഹൃദയാഭിലാഷത്തെ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ സന്ദേശത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണാം. ധൂപപീഠം എന്ന് പറയുന്നത് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു എന്ന മധ്യസ്ഥനെ കാണിക്കുന്നു. ലൂക്കോസ് 1:10 ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ധൂപം കത്തിക്കൊണ്ടിരിക്കുന്ന സമയം ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെളിപ്പാട് 8:3 മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. റോമർ 8:34 ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ശിക്ഷ വിധിക്കുന്നവനാർ? അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. അതിനാൽ ധൂപപീഠം എന്ന് പറയുന്നത് പ്രാർത്ഥനയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനായി കാണുന്നു. ധൂപകലശം അതിവിശുദ്ധ സ്ഥലത്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എബ്രായർ 9:3-4 രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും. 1 രാജാക്കന്മാർ 6:22 അങ്ങനെ അവൻ ആലയം ആസകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിലുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അകത്തെ മന്ദിരം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്തെ കാണിക്കുന്നു. എഫെസ്യർ 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. ഇവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതാണ്. അതിനാൽ ധൂപപാത്രം അഥവാ ധൂപകലശം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് കാണുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നാം കാണണം. ഈ ധൂപകലശം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലത്തായിരുന്നു. ധൂപകലശം അതിവിശുദ്ധ സ്ഥലത്തായിരിക്കണം എന്ന് നാം കാണുമ്പോൾ തന്നെയും അത് വിശുദ്ധ സ്ഥലത്തായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ദേഹിയിലുള്ള നമ്മുടെ മനസ്സിൽ നിന്നും ആരംഭിക്കുന്നു എന്നുള്ളതാണ്. പുറപ്പാട് 30:1 ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ട് അതുണ്ടാക്കണം. 6 സാക്ഷ്യപ്പെട്ടകത്തിന് മുൻപിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന്മീതെയുള്ള കൃപാസനത്തിന് മുമ്പിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുമ്പാകെ അത് വെക്കണം. ഇത് സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ പുറത്താണ്, വെളിയിലാണ്. അതായത് അതിവിശുദ്ധ സ്ഥലത്തെ മറയ്ക്കുന്ന തിരശ്ശീലയ്ക്ക് പുറത്തുള്ള ഒരു പുറത്തായിരിക്കണം ധൂപപീഠം വയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ധൂപപീഠം വച്ചിരിക്കുന്നത് വിശുദ്ധ സ്ഥലത്താണെന്ന്. 1 കൊരിന്ത്യർ 14:15 ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. എഫെസ്യർ 4:23 നിങ്ങളുടെ മനസ്സിന്റെ ആത്മാവിൽ പുതുക്കപ്പെടുകയും. ഇവിടെ മനസ്സ് ആത്മാവുമായി സാന്ദ്രീകരിക്കപ്പെടുകയെന്നുള്ള വിഷയത്തെയാണ് നമ്മൾ കാണേണ്ടത്. എപ്പോഴും മനസ്സാണ് പ്രാർത്ഥനയ്ക്ക് ആരംഭം കുറിക്കുന്നതും
അത് ഒടുവിൽ നമ്മുടെ ആത്മാവിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ആത്മാവ് ആ പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് അത് തുടരുകയും ചെയ്യുന്നു. എബ്രായർ 9:2-3 ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചവെപ്പും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും. നാം സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം നമുക്ക് പ്രാകാരം കാണാം, പിന്നീട് നമ്മൾ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു, അതിനുശേഷമാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നാം പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് പ്രാകാരത്തിൽ നിന്ന് തുടങ്ങി വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് നാം അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുന്നു. 1 കൊരിന്ത്യർ 14:15 എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, ബുദ്ധി കൊണ്ടെന്ന് പറയുമ്പോൾ അത് തൻ്റെ മനസ്സുകൊണ്ട് 5 വാക്ക് പറയുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. 1 കൊരിന്ത്യർ 14:15 നാം വീണ്ടും ഇപ്രകാരം കാണുന്നു, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുന്നതിനുള്ള അവയവം ആത്മാവാണെങ്കിൽ തന്നെയും നമ്മുടെ മനസ്സ് പ്രാർത്ഥന ആരംഭിക്കുകയും അത് നമ്മുടെ ആത്മാവിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ആത്മാവ് അത് പ്രാർത്ഥനയായി തുടരുകയും ചെയ്യും. അതായത് നമ്മുടെ ദേഹിമണ്ഡലം വിശുദ്ധ സ്ഥലത്തോട് നമുക്ക് ഉപമിക്കാം. അവിടെ നിന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന അതിവിശുദ്ധ സ്ഥലമായ ആത്മാവിലേക്ക് ചെല്ലുകയും അത് അവിടെ നിന്നും കർത്താവുമായി ചേർന്ന് ദൈവസന്നിധിയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ അഭിഷേകത്തെ അനുധാവനം ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അഭിഷേകത്തെ നമ്മൾ അനുകരിക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:20 നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. ലൂക്കോസ് 4:18 ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എഫെസ്യർ 4:19-20 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. പ്രാർത്ഥിക്കുമ്പോൾ നാം അഭിഷേകത്തെ പിന്തുടരേണ്ടതായിട്ടുണ്ട്. കാരണം പ്രാർത്ഥനയുടെ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ആത്മാവിലടങ്ങിയിരിക്കുന്നു. നാം ആത്മാവിനെ വ്യായാമം ചെയ്യുമ്പോൾ ആ ആത്മാവ് നമ്മിൽ ചലിക്കുകയും അത് ദൈവത്തിൻ്റെ മൂലകങ്ങളാൽ നമ്മെ അഭിഷേകം ചെയ്യുകയും ഒടുവിൽ അത് നമ്മുടെ അന്തർജ്ഞാനത്തിൽ നമുക്ക് അവബോധം നൽകുകയും ചെയ്യുന്നു. പുറപ്പാട് 30:30 അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. 2 കൊരിന്ത്യർ 7:13b ഞങ്ങളുടെ ആശ്വാസമൊഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരാലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. മർക്കോസ് 2:8 ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? നമ്മുടെ ആത്മാവിൽ ഒരു അഭിഷേകമുണ്ട്. നമ്മിലുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ചലിപ്പിക്കുന്നു. ആ ആത്മാവ് നമ്മിൽ ചലിക്കുമ്പോൾ നാം നമ്മുടെ ആത്മാവിൽ അഭിഷേകമുള്ളവരായി തീരുകയും ദൈവത്തിൻ്റെ മൂലകം നമ്മുടെ ആത്മാവിനോട് ചേർക്കപ്പെടുകയും ചെയ്യും. അഭിഷേകം നമ്മുടെ അന്തർജ്ഞാനത്തിൽ ഒരു അവബോധത്തെ നൽകുകയും ചെയ്യുന്നു. അഭിഷേകത്താൽ നാം ഉപദേശിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ്. നമ്മുടെ അന്തർജ്ഞാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ചില വിഷയങ്ങൾക്ക് നമുക്ക് ഒരു വ്യാഖ്യാനം ആവശ്യമാണ്. ഇത് അഭിഷേകത്തിൻ്റെ പഠിപ്പിക്കലായിരിക്കാം, അല്ലെങ്കിൽ ഈ ദൈവത്തിന് നമ്മോടുള്ള സംസാരമായിരിക്കാം. അപ്പോൾ നമ്മുടെ ആത്മാവിന് അവബോധങ്ങൾ ലഭിക്കുന്നു. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവബോധമായിരിക്കാം അത്. മറ്റു ചില അവബോധങ്ങൾ ഇപ്രകാരം നമുക്ക് ലഭിക്കുന്നതിന് നമുക്ക് ഒരുപക്ഷെ വ്യാഖ്യാനങ്ങൾ ആവശ്യമായി വന്നേക്കാം. 1 കൊരിന്ത്യർ 2:11-12 മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവത്രേ പ്രാപിച്ചത്. അഭിഷേകത്തെ അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിഷേകത്തെ അനുസരിക്കുക എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നു. റോമർ 8:4 ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. അടുത്ത എപ്പിസോഡിൽ ഈ സന്ദേശം തുടരും.